ദാരുണമായ ദുരന്തം. റഫയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ജീവനോടെ ചുട്ടരിച്ചു കൊന്ന ഇസ്രായേൽ ഭീകരതയെ രണ്ടു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഗസയിൽ കുടുങ്ങിയ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഇസ്രായേൽ സാധ്യമായ എല്ലാ മുൻകരുതലുകളും എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും നെതന്യാഹു പറയുന്നുണ്ട്. കൊടും ക്രൂരതയിൽ ലോകം സയനിസ്റ്റുകൾക്കെതിരെ തിരിയുമ്പോൾ റഫയിലെ ആക്രമണം ആസൂത്രിതമല്ല എന്ന് വരുത്തി തീർക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അതാണ് സൂചിപ്പിക്കുന്നതും. എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിന് മുൻപ് യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സംഘർഷത്തിൽ ഉൾപ്പെടാത്തവരെ ഉപദ്രവിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. ഹമാസിനെതിരെ പോരാടുന്നതിൽ നിന്ന് പിറകോട്ടില്ലെന്നും നെതന്യാഹു ആവർത്തിക്കുകയാണ്. ഇസ്രായേലിന് നിരന്തരം ആയുധമെത്തിക്കുകയും സൈനിക സഹായം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന US നേതൃത്വവും റഫയിൽ ഇസ്രായേൽ ഭീകരതയെ അപലപിച്ച് രംഗത്തു വന്നിട്ടുണ്ട്. റഫയിൽ നിന്നുള്ള വിനാശകരവും ഹൃദയം തകർക്കുന്നതുമായ ചിത്രങ്ങളിൽ US വിലപിക്കുകയാണെന്നാണ് ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിന് ഹമാസിനെ പിന്തുടരാൻ അവകാശമുണ്ട്. പക്ഷേ ഞങ്ങൾ വ്യക്തമാക്കിയതുപോലെ സിവിലിയന്മാരെ സംരക്ഷിക്കാൻ സാധ്യമായ എല്ലാ മുൻകരുതലുകളും ഇസ്രായേൽ സ്വീകരിക്കണം. ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവിൻ്റെതാണ് ഈ പ്രസ്താവന. സാധാരണ ജനങ്ങളുടെ ഉയർന്ന മരണസംഖ്യയിൽ വൈറ്റ് ഹൗസിന് ഇസ്രായേലിനോട് നിരാശയുണ്ടെന്നും US സൂചിപ്പിച്ചു. തെറ്റംഗീകരിക്കാൻ ഇസ്രായേൽ താരതമ്യേന വേഗത്തിൽ പ്രവർത്തിച്ചുവെന്ന് പറഞ്ഞ നെതന്യാഹു ഇതുവരെയുള്ള കൊടും ക്രൂരതയുടെ പാപഭാരം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. യുദ്ധം തുടങ്ങിയതു മുതൽ ഇതുവരെ ഗസയിലെ സാധാരണക്കാരെയും പ്രത്യേകിച്ച് കുട്ടികളെയും സ്ത്രീകളെയുമാണ് ഇസ്രായേൽ കൊടിയ വംശഹത്യയ്ക്ക് ഇരയാക്കിയത്. ഹമാസിന്റെ മുതിർന്ന കമാൻഡർമാരായ യാസീൻ റാബിയയും ഖാലിദ് നജ്ജാറും സ്ഥലത്തുണ്ടെന്ന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം. റഫയിലെ താൽ അസുൽത്താൻ ഏരിയയിലും മറ്റു ഭാഗങ്ങളിലും ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് ഗസയിലെ ആരോഗ്യ സംവിധാനങ്ങളെല്ലാം തകർച്ചയുടെ വക്കിലാണ്. കുവൈറ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടച്ചുപൂട്ടുന്നത് റഫയിലെ ജനങ്ങളെ കടുത്ത അപകടത്തിലാക്കിയതായി റഫയിലെ യൂറോപ്യൻ ഗാസ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ സന്നദ്ധത അറിയിച്ച ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് താഹിർ അൽ ജസീറയോട് പറഞ്ഞു. നിർഭാഗ്യവശാൽ ഞങ്ങളിവിടെ അനുഭവിക്കുന്നത് ബഹുമുഖ ആക്രമണമാണ്. ഇവിടെ ആളുകൾ നേരിട്ട് ആക്രമിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല, ഗുരുതരമായ മെഡിക്കൽ സേവനങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്നുവെന്ന് താഹിർ വിശദമാക്കുന്നുണ്ട്. അതേസമയം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങേയറ്റം അപകടകരമായ പരാമർശമാണ് നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചാൽ കോളേജ് ക്യാമ്പസുകളിൽ ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുമെന്ന് ട്രംപ് പറഞ്ഞതായാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ തൊണ്ട പൊട്ടുമാറുറക്കെ അമേരിക്കൻ തെരുവുകളെ പിടിച്ചുകുലുക്കുന്ന വിധം മുദ്രാവാക്യം മുഴക്കിയവരാണ് അമേരിക്കയിലെ വിദ്യാർത്ഥി സമൂഹം. ഹേ ബൈഡൻ, വാട്ട് ഡു യു സേ? ഹൗ മെനി കിഡ്സ് ഡിഡ് യു കിൽ ടുഡേ? നെതന്യാഹു, യു ക്യാൻ ഹൈഡ്, വി ചാർജ് യു വിത്ത് ജനോസൈഡ്. അമേരിക്കൻ തെരുവുകളിൽ മുഴങ്ങിക്കേട്ട പ്രൗഢഗംഭീരമായ മുദ്രാവാക്യമാണിത്. ഇസ്രായേൽ ഭീകരതയുടെ ആഴവും പരപ്പും യൂറോപ്യൻസിനെ ബോധ്യപ്പെടുത്തിയ വിദ്യാർത്ഥി സമൂഹത്തെയാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്. താൻ അധികാരത്തിലെത്തിയാൽ ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭകരെ പുറത്താക്കുമെന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. അതേസമയം ഗസയിൽ ഇസ്രായേൽ ഭീകരത ശക്തമാകുന്നതിനിടെ യൂറോപ്യൻ രാജ്യങ്ങൾ കൂട്ടമായി ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നുവെന്നത് ശുഭകരമായ വാർത്തയാണ്. നീതിയിലേക്കുള്ള ചരിത്രപരമായ നീക്കത്തിലും സമാധാനം കൈവരിക്കാനുള്ള ഏക വഴിയിലും ഫലസ്തീനെ ഒരു രാഷ്ട്രമായി സ്പെയിൻ ഔദ്യോഗികമായി അംഗീകരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് പറഞ്ഞു. അയർലൻഡും നോർവേയും ഇതേ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണെന്നത് ഇസ്രായേലിൽ നിന്ന് പ്രകോപനമുണ്ടാക്കിയിട്ടുണ്ട്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 36,000-ത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. 81,026 പേർക്ക് പരിക്കേൽക്കുകയും ആയിരക്കണക്കിന് ആളുകളെ കാണാതാവുകയും ചെയ്തു. കാണാതായവരെ അവശിഷ്ടങ്ങൾക്കിടയിൽ മരിച്ചതായും കണക്കാക്കപ്പെടുന്നുണ്ട്.